നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി 2026 ബന്ധപ്പെട്ട് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ എൻ്റെ ചാനലിൽ നൽകുക. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ ന്യൂസ്. ഈ വർഷം 2026 എൻ്റെ വ്യൂസിന് എങ്ങനെയാണ്? പ്ലീസ് കിഡ് മീ മദർ ന്യൂസ്. എങ്ങനെയാണ് 2026? നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആകുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള പോസിറ്റീവ് കാര്യം എന്താണ്? പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മറഞ്ഞിരിക്കുന്ന സത്യം എന്താണ്? പ്ലീസ് കിഡ് മീ മദർ ന്യൂസ്. എന്താണ് മറഞ്ഞിരിക്കുന്ന സത്യം? ഓക്കെ, നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? 2026 പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തി സ്വരൂപമാണോ ആ ശക്തി സ്വരൂപത്തെ മനസ്സിലേക്ക് ചിന്തിക്കുക. ഓക്കെ, എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് 2026 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യത്തിന് പ്രധാനമായിട്ടും നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദ ഡ്രീമാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ആകുന്നു എന്നുള്ളതാണ്. 7 ഓഫ് പെന്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കാത്തിരുന്നതായിട്ടുള്ള ആ ഒരു ഫലം നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന സാമ്പത്തിക സിറ്റുവേഷൻ ആണെങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. അത് റിലേഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ജോലി സംബന്ധമാണെങ്കിൽ അത് എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കർമ്മ പൂർണ്ണമായും നിങ്ങൾ കൊടുത്തതിന് ശേഷം, ഈ പ്രപഞ്ചത്തിന് കൊടുത്തതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ, ആ ടൈമാണ് നിങ്ങൾക്ക് 2026 സംഭവിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ തേടി എത്തുന്നത്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ ന്യൂസ്. 2026 എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ദ 9 ഓഫ് പെന്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് 2026. നിങ്ങൾ ജഗിൾ ചെയ്തിരുന്നതായിട്ടുള്ള സാമ്പത്തിക സിറ്റുവേഷൻ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വളരെ സ്ട്രഗിൾ അനുഭവിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ ഇരുന്ന ചില കാര്യങ്ങളിലേക്ക് തീരുമാനം കടന്നു വരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഓക്കെ, സാമ്പത്തിക ഗ്രോത്തിനുള്ള ടൈമാണ്. 8 നമ്പറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി സംബന്ധമായും സാമ്പത്തികപരമായിട്ടുമുള്ള ഒരു വസന്തകാലം തന്നെ നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. പ്ലീസ് കേഡ് മീ മദർ ന്യൂസ്. നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിൽ നിന്നും ആകർഷിക്കുന്നത്, ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിൽ നിന്നും ആകർഷിക്കുന്നത് അതായിരിക്കും 2026 നിങ്ങളെ നയിക്കുന്നത്. അപ്പോൾ ആകർഷിക്കുന്നത് എന്താണെന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളുടെ ചിന്താശക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ചിന്ത എന്താണോ ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നത്. ദിവസവും വീട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ നോക്കുക. ഓ, അരിക്ക് ഇത്ര രൂപയായി, പാലിന് ഇത്ര രൂപയായി, ഇങ്ങനെ കണക്കുകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ അഫർമേഷൻ സംഭവിക്കുന്നത് ചിലവിനെ കുറിച്ചുള്ള അഫർമേഷനാണ്. ആ ചിലവുകൾ വീട്ടിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, എന്തായാലും ഇത്ര തുക നമ്മൾ വീട്ടിൻ്റെ ചിലവിനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ചിലവാക്കിയതിന് ശേഷം അത് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ അത് നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യവുമില്ല. നിങ്ങൾക്കറിയാം ഇത്ര രൂപ ഒരു മാസത്തേക്ക് നമുക്ക് വേണം. ആ ബജറ്റ് അവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്നെങ്കിൽ മാത്രം എന്താണ് അധിക ചിലവ് വന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് അഫർമേഷൻ ആകും. പിന്നെ അങ്ങനെ ചെയ്ത് ശീലമുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അവർക്കതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ അത് അഫർമേഷൻ ആകും എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ 2026 കാണുന്ന ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ദ പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അപകടം നിറഞ്ഞ സ്ഥലമാണ്, ഞാൻ അവസാനിച്ചു, എനിക്കിനി മുന്നോട്ട് ഒരു ബ്ലെസ്സിങ്ങും ഇല്ല, ഞാൻ തീർന്നു എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ഓവർ തിങ്കിങ്ങോട് ഇരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനോബലം വർദ്ധിക്കുന്നു, ക്ലാരിറ്റി ലഭിക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് അടഞ്ഞു കിടന്ന പല വഴികളും നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നതായി കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നതായി കാണുന്നു. മാനസിക സ്ട്രെങ്ത് വരുന്നു. യൂണിവേഴ്സിൽ നിന്ന് മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു. നിങ്ങൾക്ക് നോളജ് വർദ്ധിക്കുന്നതായി കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് പലതും അട്രാക്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സൽ മെസ്സേജാണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നോളജ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബ്ലെസ്സിങ് നിറഞ്ഞ ഒരു 2026 എൻ്റെ വ്യൂസിനെ തേടി എത്തുന്നത്. അത്
എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ചിന്തകൾക്കാണ്. അപ്പോൾ ചിന്തയെ നമുക്ക് ഗൈഡ് ചെയ്യാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ ഗൈഡ് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആകുന്നതിന് വേണ്ടി നിങ്ങളിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഭയപ്പെടരുത്, നമ്മൾ ചില നെഗറ്റീവ് ചിന്തകളാൽ നമ്മൾ ഭയപ്പെട്ടു പോകരുത്. നമ്മളുടെ മനസ്സാകുന്ന അത് ഒരു ഡബിളിനെ പോലെ നമ്മളെ ഭരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോളിൽ നമ്മളെ തന്നെ തകർത്ത് നമ്മൾ മനസ്സിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തോന്നുന്ന വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക. മാത്രമല്ല നമ്മൾ ജസ്റ്റിസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ന്യായമായിട്ട് മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. മാത്രമല്ല ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് രണ്ട് വശവും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശത്രുവിൻ്റെ വശവും ചിന്തിക്കുക, നമ്മളുടെ വശവും ചിന്തിക്കുക. ഓക്കെ, നമ്മുടെ വശത്ത് മാത്രം നമ്മൾ പോസിറ്റീവ് ന്യായം എൻ്റെ വശത്താണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു സക്സസ്സിലേക്ക് കടന്നു പോകാൻ സാധിക്കില്ല. നമുക്ക് രണ്ട് വശവും മനസ്സിലാക്കണം. രണ്ട് വശവും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തീരുമാനമെടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് ഉള്ളതെന്ന് യൂണിവേഴ്സ് പറയുന്നു. അത് നിങ്ങളെ ഉയർത്തി മാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും അംഗീകാരവും അതുപോലെ തന്നെ ബ്ലെസ്സിങ്ങും നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്ത് പോസിറ്റീവ് മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടത്? എടുത്തുചാട്ടം അവസാനിപ്പിക്കുക എന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ, എടുത്തുചാട്ടം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ആ ഒരു വാള് പിടിച്ചിരിക്കുന്നതെല്ലാം തന്നെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് പിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ അഫർമേഷൻ, തെറ്റായ വാക്കുകൾ, തെറ്റായ ചിന്തകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് മുറിവേൽപ്പിക്കുകയും മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഓക്കെ, മാത്രമല്ല കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ചില കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പോകരുത്. ഇവിടെ 7 നമ്പറാണ് വന്നിരിക്കുന്നത്, കേതുവാണ്. അവിടെ ബുദ്ധി പ്രയോഗിക്കുന്നതിന് പകരം നമ്മൾ ആദ്യം ആക്ഷനാണ്, എടുത്തുചാട്ടം കൂടുതലായിരിക്കും 7 നമ്പറിലുള്ള വ്യക്തികൾക്ക്. ഓക്കെ, അതിനുശേഷമായിരിക്കും ചിന്തിക്കുന്നത് അതങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന്. അപ്പോഴത്തേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് ചിന്തിക്കുന്നത് ചെയ്യണ്ടായിരുന്നെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മളുടെ ചുറ്റുമുള്ള വ്യക്തികൾ നമ്മളെ മൈൻഡ് ഗെയിം ചെയ്യും. ഓക്കെ, നമ്മളെ പറഞ്ഞു പറ്റും. നമ്മൾ മറ്റുള്ളവരെ അങ്ങ് ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ട് അവരുടെ ബുദ്ധിയായിരിക്കും പിന്നെ നമ്മളുടെ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത്. അത് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവസാനം ഒരു ചീറ്റിങ് കിട്ടി നമ്മളെ തകർത്ത് നമ്മുടെ കയ്യിലുള്ളതും എടുത്തുകൊണ്ട് അവർ പോകും. അത് സമാധാനമാണെങ്കിലും സന്തോഷമാണെങ്കിലും പണമാണെങ്കിലും എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തന്നെ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരാളുടെ ബുദ്ധിയെ നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കഴിവതും കുറയ്ക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. രഹസ്യങ്ങൾ ആരെങ്കിലും ഒരിച്ചിരി സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഫുള്ള് രഹസ്യങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് പറഞ്ഞു കൊടുത്തു കളയും. ഓക്കെ, അത് അവരത് കേട്ടേ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചുള്ള ആയുധങ്ങൾ ആക്കും. ഓക്കെ, എയ്റ്റ് ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്താണോ കൂടെ ഉള്ളത് അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒരു ചെറിയ കാര്യം മാത്രമായിരിക്കും. ആ ചെറിയ കാര്യം അയ്യോ എനിക്കിത് മാത്രമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉള്ളത് കൂടി നഷ്ടപ്പെടും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ എന്താണോ ഉള്ളത് അതിന് നമ്മൾ നന്ദി പറയുക. പലപ്പോഴും നമുക്ക് ഒരു ജോലിക്ക് നമ്മൾ പോയെന്ന് വെച്ചോ, ഒരു ചെറിയ കൂലിവേലയ്ക്ക് നമ്മൾ പോയപ്പോഴത്തേക്കും നമുക്ക് അവർ പൈസ തന്നതിൽ ഒരു ഇച്ചിരി കുറഞ്ഞു പോയതിൽ നമ്മൾ വന്ന് നിന്ന് അവരങ്ങനെയാണ്, അവർ പൈസ തന്നില്ല, എന്തൊരു കഷ്ടപ്പാടായിരുന്നു, അങ്ങനെയാണ് മറ്റേതാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് നെഗറ്റീവ് കൊണ്ടങ്ങ് നിറയ്ക്കും. ആ ദിവസത്തിൽ മൊത്തം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് കൂടെ ഇരുന്ന് വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോഴെല്ലാം ഈ നെഗറ്റീവായിരിക്കും പറയുന്നത്. എന്നാൽ ആ ഒരു നെഗറ്റീവ് മൊത്തവും യൂണിവേഴ്സിലേക്ക് പോയതിന് ശേഷം പിന്നീട് ഒരു 3-4 ദിവസത്തേക്ക് തന്നെ ജോലി ഒന്നുമില്ലാത്ത അവസ്ഥകളിലേക്ക് നമ്മൾ മാറിപ്പോകും. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആ നെഗറ്റീവ് യൂണിവേഴ്സിൽ ചെന്നിട്ട് നമ്മൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സംഭവിച്ചുവെങ്കിലും അന്ന് ആ ഒരു പണം നമ്മുടെ കയ്യിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ആഹാരം വാങ്ങാൻ സാധിച്ചു, ദൈവത്തിന് നന്ദി, ഇതെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. ഇതുപോലും ഇല്ലാതെ ഇരിക്കുന്ന എത്രയോ വ്യക്തികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളതിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് കടന്നു വരും. ഓക്കെ, ഒന്നെന്നുള്ളത് 10 മാറുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. മാത്രമല്ല ഇത് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, അത് ജോലിയാണെങ്കിലും ശരി തന്നെ. നമുക്ക് ചില ജോലികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ആ ജോലിയെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയും, ആ ജോലി ശരിയല്ല, ഈ ജോലി കഷ്ടപ്പാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പുതിയ നല്ല ജോലി അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഓക്കെ, നമ്മൾ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വാക്കുകളാണ്. അപ്പോൾ വീണ്ടും നമുക്ക് വരുന്ന ജോലി കിട്ടുന്നതിലും താമസമായിരിക്കും, അഥവാ കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും പഴയതിലും ഭയങ്കര സ്ട്രഗിൾ നിറഞ്ഞ ജോലിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹോപ്പണപ്പോൺ എന്ന് പറയുന്ന ആ
ഒരു പ്രയർ നമ്മൾ ചെയ്യണം. നമ്മളിൽ ഉണ്ടായിരുന്ന ഓരോ ജോലിക്കും, നമ്മൾ ഇതുവരെ ചെയ്തതായിട്ടുള്ള ഓരോ ജോലിയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് തന്നെയാണ്. ആൾ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ ഓർത്തിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. മാത്രമല്ല, നമ്മുടെ ചുറ്റും ആരാണോ ഉള്ളത്, ഇപ്പം നമ്മുടെ സ്വന്തക്കാർ അല്ലെങ്കിൽ നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ സ്നേഹം കൊടുക്കാതെ നമ്മളിൽ അകലെ നിൽക്കുന്ന വ്യക്തികൾക്ക് സ്നേഹം കൊടുക്കാനായി കാത്തു നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു എനർജിയല്ല. എന്താണോ നമ്മുടെ സറൗണ്ടിങ് എനർജി അത് പോസിറ്റീവാക്കി മാറ്റുക. അത് പോസിറ്റീവായിരിക്കുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്ര ദൂരത്തു നിന്നും പറന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ പ്രപഞ്ചം നിങ്ങളെ അറിയിക്കുവാൻ ഇപ്പോൾ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില രഹസ്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് നോക്കാം. വന്നിരിക്കുന്നത് 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അതുപോലെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡും വന്നിരിക്കുന്നു. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകുന്നത് അർഹതപ്പെട്ടത് നമ്മളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കും മിന്നാമിനുങ്ങ് ആണ് നമ്മുടെ ലോകം, അതാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രകാശമെന്ന് ചിന്തിക്കും. പക്ഷേ ശരിക്കുമുള്ള പ്രകാശം സൂര്യനാണെന്നും ആ സൂര്യനിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നതെന്നും നമുക്കൊരു തിരിച്ചറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മളെ വിട്ടു പോകും. നിങ്ങൾ ഒരു കംഫർട്ട് സോണിൽ തന്നെ ആയി പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങളെ മാറ്റണം. നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. നിങ്ങളെ മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം. ഓക്കെ, എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കർമ്മ കംപ്ലീറ്റ് ആകണമെങ്കിൽ നമുക്കിവിടെ തന്നെ നിന്നാൽ പറ്റില്ലല്ലോ. നമ്മുടെ കർമ്മങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി ഇവിടുന്ന് നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി യൂണിവേഴ്സ് നിൻ്റെ കർമ്മയിലേക്ക് നീ ശ്രദ്ധിക്കാതെ നീ മറ്റു ചില കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ എന്തോത്തിലാണോ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിക്കളയും. എന്നിട്ട് നിൻ്റെ കർമ്മയിലേക്ക് നോക്കുക എന്ന് പറഞ്ഞ് യൂണിവേഴ്സ് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അത് നമ്മുടെ ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, അതിൽ പോകാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പല അവസരങ്ങൾ തന്നിട്ടും നിങ്ങൾ അതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അതൊരു വേദനയിലൂടെ തന്നെ ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബാല്യം മുതൽ നമ്മൾ എപ്പോഴാണോ ആ തിരിച്ചറിവിൻ്റെ പ്രായം വരുന്നത് ആ സമയം മുതൽ നമ്മളുടെ കർമ്മകളെല്ലാം സ്റ്റോറേജ് ആണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്പ് വരുന്നുണ്ട്. നമ്മളിനി എത്ര പഴക്കം ചെന്ന നമ്മളുടെ കർമ്മയാണെങ്കിലും അത് നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ച് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളിനി എന്തൊക്കെ ചെയ്തിരുന്നാലും ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളിതെല്ലാം കംപ്ലീറ്റ് ആക്കി മുകളിലോട്ട് പോകേണ്ട സമയത്ത് പോയിക്കൊള്ളണം. അപ്പോൾ അത് പോകാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ കർമ്മ കംപ്ലീറ്റ് ആകാതിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല പെയിൻ വരുന്നത്. ഓക്കെ, പെയിൻ വന്ന് ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പിടിച്ച് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. ഓക്കെ, 2026 പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ശക്തി സ്വരൂപം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് 2026 നൽകുന്നത്? 8 ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ്. സ്കെഡ്മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 8 ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, സണ്ണിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മളുടെ ഉള്ളിൽ പ്രപഞ്ചം തന്നിരിക്കുന്നതായിട്ടുള്ള ചില സ്കില്ലുകളുണ്ട്. ഓക്കെ, ചില കഴിവുകളുണ്ട്. ആ കഴിവിനെ നമ്മൾ ഒന്നുമല്ലാതെ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ആ കഴിവ് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നമ്മളെ ചില വഴികളിലൂടെ നടത്തുന്നത്. ഓക്കെ, അപ്പം എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത്, സണ്ണിൻ്റെ എനർജിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ഒരു സണ്ണാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നെന്നിരിക്കും. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ സ്കില്ല് പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും 2026 നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും പ്രപഞ്ചം തന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഏറ്റെടുക്കാം. പിന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. ഓക്കെ, ആ ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ എന്തിനേയും കാണുന്നത്. ഇപ്പം ഈ ഒരു സാധനം എന്നെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു എനർജി സ്റ്റോണായിട്ട് ഞാനിത് കാണുന്നു. എന്നാൽ ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കൊച്ചിനെ ഇത് വെച്ച് കളിക്കുന്ന ഒരു കളിപ്പാട്ടം മാത്രമായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, എന്നാൽ ഇതൊരു മജീഷ്യൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മാജിക്കൽ ദണ്ടായിട്ട് അദ്ദേഹം ഉപയോഗിക്കും. അപ്പോൾ ഓരോ വ്യക്തിയും അതിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങളും കാണുന്നത്. ഓക്കെ, അപ്പം ഞാനിത് ഒരു പോസിറ്റീവായിട്ട് മോട്ടിവേഷനായിട്ടാണ് യൂണിവേഴ്സിലേക്ക് ഈ ഒരു ശബ്ദത്തെ അയക്കുന്നത്. അത് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് അതൊരു നെഗറ്റീവ് ആണെങ്കിൽ കാഴ്ചപ്പാട് അവരവരുടെയാണ്, നിങ്ങളാണ് മാറ്റേണ്ടത്.
നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്, കളിപ്പാട്ടം എന്നുള്ളത്. അതുപോലെ ചില വ്യക്തികൾക്ക് നെഗറ്റീവാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അവരുടെ ഉള്ളിലെ ആ ഒരു എനർജി ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.